ഹായ് വെൽക്കം ടു എഫ് കുക്കറി വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബനാന പപ്സ് ആണ്. അത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം കാഷ്യൂനട്ട്, റൈസിൻസ്, ചെറി, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ ഓപ്ഷണലാണ്, എനിക്കിഷ്ടമുള്ളതുകൊണ്ട് മാത്രം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇല്ലെങ്കിൽ വേണ്ട, ഉപയോഗിക്കേണ്ട. പിന്നെ ഒരു ഏത്തപ്പഴവും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാവേ. അപ്പോൾ നമുക്ക് ഒരു പിടിയോളം കാഷ്യൂനട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ടിട്ട് ഒന്ന് വറുത്ത് കോരുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാഷ്യൂനട്ടെല്ലാം വറുത്ത് ഒരു മാറ്റിയതിന് ശേഷം റൈസിൻസ് ഇട്ട് കൊടുക്കാം. റൈസിൻസ് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മൂത്ത് വരട്ടെ, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഇത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ, അതുപോലെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വറുത്ത് വരികയും ശേഷം നമുക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എനിക്ക് നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ് കിട്ടിയിട്ടുള്ളത്, ഒട്ടും തന്നെ പുളിയൊന്നുമില്ല കേട്ടോ. ഈ ഏത്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിനകത്തോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ഏലക്കയും കൂടെ ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഒരു 4 ഏലക്ക ഞാനൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണേ. പിന്നെ ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് ചിരികിയ കോക്കനട്ടാണ്. ഫ്രഷായിട്ട് ചിരികിയതില്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെറിയും ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ടൊന്ന് ഇളക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പപ്സിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എഗ് പപ്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കണതെന്നുള്ള വീഡിയോ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ചെയ്തു കൊടുത്താൽ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിക്കോളും. സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുക. സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒന്ന് മടക്കി കൊടുക്കാം. ഈ വീഡിയോയിൽ കാണും പോലെ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഇന്ന് ഓവനിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓവനിൽ ഞാനിത് വെച്ച് കൊടുക്കുന്നതിന് മുമ്പേ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കും. അതിന് ശേഷമാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇത് വേവാൻ വേണ്ടിയിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് ഞാൻ ഓവനിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി ഓവൻ ഇല്ലാത്തവർ ഒരു പാത്രം എടുക്കുക, അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം മൂടി വയ്ക്കുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 50 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ വേവിച്ചെടുക്കാനായിട്ട്. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വെച്ചിട്ട് ഓവനിൽ വേവിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ IFPയുടെ ഓവനാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയുടെ മഞ്ഞയാണ്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.